ഹായ് ഓൾ, പ്രോസസ് കോസ്റ്റിംഗിന്റെ പ്രോബ്ലം സോൾവിംഗ് തേർഡ് വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനുമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് നമുക്ക് അബ്നോർമൽ ലോസ് വരുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. എ പ്രോസസ് പാസസ് ത്രൂ 3 distinct പ്രോസസ്സസ് എക്സ്, വൈ ആൻഡ് ഇസഡ്. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എത്ര പ്രോസസ് ഉണ്ടെന്നാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 3 പ്രോസസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണത്? എക്സ്, വൈ, ഇസഡ്. അപ്പം 3 പ്രോസസ് ഉണ്ട് നമുക്ക്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു പ്രോസസ് വൈ പ്രിപ്പയർ പ്രോസസ് വൈ അക്കൗണ്ട് ആൻഡ് അബ്നോർമൽ ലോസ് അക്കൗണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാത്തിന്റെയും പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട. ആന്റെ മാത്രം ചെയ്താൽ മതി, പ്രോസസ് വൈയുടെ മാത്രം ചെയ്താൽ മതി. പിന്നെ അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അബ്നോർമൽ ലോസ് വരുമ്പോൾ എന്തായാലും നോർമൽ ലോസും കാണും. പക്ഷെ നോർമൽ ലോസ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് ചെയ്യാം. നിങ്ങൾ എക്സാമിന് നിങ്ങളോട് എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുമ്പം നോർമൽ ലോസ് അക്കൗണ്ടും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് എക്സ് 950 യൂണിറ്റ്സ്. എന്തിനാണ് ഇവിടെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്? നമ്മുടെ പ്രോസസ് എക്സിന്റെ ഔട്ട്പുട്ട് എന്തിനാണ് വന്നിരിക്കുന്നത്? നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പ്രോസസ് വൈ അക്കൗണ്ട് ആണ് അല്ലെ. അപ്പൊ പിന്നെന്തിനാ നമുക്ക് പ്രോസസ് എക്സിന്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്? പ്രോസസ് എക്സിന്റെ ഔട്ട്പുട്ട് ആണ് പ്രോസസ് വൈയുടെ ഇൻപുട്ട്. എക്സ്, വൈ, ഇസഡ് എന്നാണ് നമ്മുടെ പ്രോസസ് പോകുന്നത് അല്ലെ. എക്സ്, വൈ, ഇസഡ്. അപ്പൊ എക്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും വൈയുടെ ഇൻപുട്ട്, വൈയുടെ ഔട്ട്പുട്ട് ആയിരിക്കും ഇസഡിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എക്സിന്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇതിവിടെ വരത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്ത് കളയരുത്. നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു ഐറ്റമാണ് ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് എക്സ്. 950 യൂണിറ്റ്സ് ആണ് വരുന്നത്. ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 9500 ആണ്. അപ്പൊ പെർ യൂണിറ്റ് എത്ര ആയിരിക്കും വരുന്നത്? പെർ യൂണിറ്റ് നമുക്ക് 10 rupees ആണ് വരുന്നത്. 9500 ഡിവൈഡഡ് ബൈ 950 എന്ന് പറയുന്നത് 10 rupees അല്ലേ. അപ്പൊ യൂണിറ്റ്സ് 950 ആണ്. നമുക്ക് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട് എത്ര യൂണിറ്റ്സ് ആണെന്നുള്ളത്. അടുത്തത് റോ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റാണ്. ഡയറക്റ്റ് വേജസ് തന്നിട്ടുണ്ട്, നോർമൽ ലോസ് തന്നിട്ടുണ്ട് 10%. ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. ഇവിടെ നമുക്ക് ഇൻപുട്ട് ആയിട്ട്, അതായത് പ്രോസസ് എക്സിന്റെ ഔട്ട്പുട്ട് ആണ് നമ്മുടെ പ്രോസസ് വൈയിലേക്ക് വരുന്ന ഇൻപുട്ട്. അപ്പൊ അതിന്റെ 10% ആണോ എടുക്കേണ്ടത്, അതോ ഈ റോ മെറ്റീരിയൽസിന്റെ 10% ആണോ എടുക്കേണ്ടതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് റോ മെറ്റീരിയൽസിന് എത്ര യൂണിറ്റ്സ് ആണ് തന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതിപ്പം നോർമൽ ലോസ് 10% ഓഫ് ടോട്ടൽ വെയിറ്റ് ഒന്നും തന്നിട്ടില്ല. അതായത് ടോട്ടൽ എത്ര മെറ്റീരിയൽ വരുന്നുണ്ടോ അതിന്റെ ഇത്ര പെർസെന്റേജ് തന്നിട്ടില്ല. അപ്പൊ ഇവിടെ ബേസിക് ഇൻപുട്ട്, ഏതൊരു പ്രോസസ്സിന്റെ ബേസിക് ഇൻപുട്ട് എന്ന് പറയുന്നത് അതിന് മുന്നേ ഉള്ള പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ 950ന്റെ 10%, 950ന്റെ 10% എത്ര വരുന്നത്? 950ന്റെ 10% വരുന്നത് 95 യൂണിറ്റ്സ്. ഈ 95 യൂണിറ്റ്സ് ആണ് നമുക്കിവിടെ നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. അടുത്തത് സ്ക്രാപ്പ് സോൾഡ് തന്നിട്ടുണ്ട്. അതായത് ഇത് എത്ര രൂപയ്ക്കാണ് വിറ്റത് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 95 into 4 ചെയ്യാം. അതായിരിക്കും നമ്മുടെ ടോട്ടൽ നോർമൽ ലോസിന്റെ ടോട്ടൽ റേറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ എമൗണ്ടിൽ കാണിക്കേണ്ട റേറ്റ് എന്ന് പറയുന്നത് 95 into 4 എത്ര വരുന്നത്? നമുക്ക് 380 rupees ആണ് ടോട്ടൽ എമൗണ്ട് കൊളത്തി കാണിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് പ്രോസസ് എക്സിന്റെ ഔട്ട്പുട്ട് ആണ്. നമ്മുടെ പ്രോസസ് വൈയിലെ ഇൻപുട്ട് നമ്മളുടെ പ്രോസസ് എക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട. പ്രോസസ് വൈ മാത്രമാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. പ്രിപ്പയർ പ്രോസസ് വൈ അക്കൗണ്ട് എന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ പ്രോസസ് വൈ മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. പിന്നെ നമുക്ക് റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്. നമ്മൾ ഏതിന്റെ പെർസെന്റേജ് വെച്ചിട്ടാണ് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നത് പ്രോസസ് എക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന 950 യൂണിറ്റ്സിന്റെ 10% ആയിട്ടുള്ള 95 യൂണിറ്റ്സ് ആണ് നമുക്ക് നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. സ്ക്രാപ്പ് 4 രൂപയ്ക്കാണ് വിറ്റത്. ടോട്ടൽ 380 rupees നമുക്ക് നോർമൽ ലോസ് വരുന്നുണ്ട്. പിന്നെന്താ അബ്നോർമൽ ലോസ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളിന് കണ്ടുപിടിക്കണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഇൻപുട്ട് ആയിട്ട് 950 യൂണിറ്റ്സ് ആണ് കൊടുക്കുന്നത്.
ഇൻപുട്ടായിട്ട് 950 യൂണിറ്റ്സ് നമ്മൾ കൊടുത്തു. അകത്തേക്ക് 950 യൂണിറ്റ്സ് ആണ് വന്നത്. നമ്മുടെ നോർമൽ ലോസ് 95 യൂണിറ്റ്സ് ആണ്. 95 യൂണിറ്റ്സ് നമ്മുടെ പ്രോസസ്സിൽ നിന്ന് വെളിയിലേക്ക് പോയി. പിന്നെ പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസഡ്. പിന്നെ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്ന ഇത്രയും യൂണിറ്റ്സ് എത്രയാണ്? 840. 840യും 95ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 840യും 95ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 935 ആണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇൻപുട്ട് കൊടുത്ത എത്രയായിരുന്നു? 950 ആയിരുന്നു അല്ലെ? അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്ര വരുന്നത്? 950യുടെയും 935ന്റെയും ഡിഫറൻസ് ആയിട്ടുള്ള 15 യൂണിറ്റ്സ് ആണ് നമുക്ക് അബ്നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. 15 യൂണിറ്റ്സ് നമുക്ക് അബ്നോർമൽ ലോസ് ആയിട്ട് വന്നു. അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തരത്തില്ല, നമ്മളത് കണ്ടുപിടിക്കണം. നമുക്ക് നോർമൽ ലോസ് മാത്രമാണ് ക്വസ്റ്റ്യൻ തരുന്നത്. ചിലപ്പോൾ നമ്മൾ നോർമൽ ലോസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. കാരണം ഔട്ട്പുട്ട് ഇത്ര വന്നു, പക്ഷെ നോർമൽ ലോസ് എത്രയാണ് ഒന്നൊന്നും ക്വസ്റ്റ്യൻ പറയുന്നില്ലെന്നെങ്കിൽ ബാക്കി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് നോർമൽ ലോസ് ആയിരിക്കും. പക്ഷെ ഇവിടെ നോർമൽ ലോസ് വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ടായിരുന്നു നോർമൽ ലോസ് 10% എന്ന്. പക്ഷെ അബ്നോർമൽ ലോസ് എവിടെയും പറയുന്നില്ല എത്രയാണ് വരുന്നതെന്ന്, എത്ര യൂണിറ്റ്സ് ആണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം എത്ര യൂണിറ്റ്സ് ആണ് അബ്നോർമൽ ലോസ് ആയിട്ട് വരുന്നതെന്നുള്ളത്. നമുക്ക് 950 യൂണിറ്റ്സ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടായിരുന്നത് 950 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നതെന്നുള്ളത്. ഔട്ട്പുട്ട് നോക്കിയപ്പോൾ 95 യൂണിറ്റ്സ് നമുക്ക് നോർമൽ ലോസ് ആയിട്ടുണ്ട്. 840 നമ്മുടെ ഔട്ട്പുട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് രണ്ടിനെ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ 935 വരുന്നുള്ളൂ. പക്ഷെ ഇൻപുട്ട് എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു? 950 യൂണിറ്റ്സ്. അപ്പൊ ഇതിന് ഡിഫറൻസ് ആയിട്ടുള്ള 15 യൂണിറ്റ്സ് ആണ് നമുക്ക് അബ്നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന നോക്കിക്കേ, ജനറൽ ചാർജബിൾ എക്സ്പെൻസസ് 100% ഓഫ് ഡയറക്ട് പേജസ്. നമ്മുടെ ഡയറക്ട് പേജസിന്റെ 100% എന്നാണ് ജനറൽ ചാർജബിൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കാം. എത്രയായിരിക്കും വരുന്നത്? ഡയറക്ട് പേജസിന്റെ 3000 റുപ്പീസ് എന്നാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് ഡെബിറ്റിൽ വരുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫോർമാറ്റിലെല്ലാം എഴുതി വെക്കാം. നമ്മുടെ പ്രോസസ് എക്സിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി കിട്ടിയ 950 യൂണിറ്റ്സ്, ടോട്ടൽ എമൗണ്ട് 9500, മെറ്റീരിയൽസ് 1980, പിന്നെന്താ വേജസ് 3000. അത് തന്നെയാണ് നമ്മുടെ എക്സ്പെൻസസും വരുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ലോസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് സാധാ നോർമൽ ലോസ് അക്കൗണ്ട് വരുമ്പോൾ നമ്മൾ ഇതിനെ ടോട്ടൽ ചെയ്തിട്ട് എത്രയാണ് ബാലൻസ് വരുന്നതെന്ന് വെച്ചാൽ നമ്മളതിൽ നമ്മുടെ ഔട്ട്പുട്ട് കൂടെ നോക്കിയിട്ട് അതിന്റെ ബാലൻസിങ് ഫിഗർ ആണ് നോർമൽ ലോസ് ആയിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നോർമൽ ലോസ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെയ്തു നോക്കിയപ്പോൾ 15 യൂണിറ്റ്സിന് ഒരു കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നോർമൽ ലോസും ചെയ്യണം, അബ്നോർമൽ ലോസും ചെയ്യണം. അപ്പൊ നോർമൽ ലോസ് വരുന്നത് 95 യൂണിറ്റ്സ് ആണ്. എങ്ങനെയായിരുന്നു വന്നത്? നമ്മുടെ ഇൻപുട്ട് 950ന്റെ 10% ആയിട്ടുള്ള 95 ആണ് നമ്മുടെ നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ എമൗണ്ട് കാണാനായിട്ട് നമുക്ക് സ്ക്രാപ്പിന്റെ വില തരും. ഇൻ കേസ് ഈ വില തന്നിട്ടില്ലെങ്കിൽ ഇത് നില്ലായിട്ട് കൊടുക്കും, ഒന്നും കൊടുക്കണ്ട ഇവിടെ. പക്ഷെ ഇവിടെ വില തന്നിട്ടുണ്ട് 4 രൂപയ്ക്ക് വിറ്റു എന്നുള്ളത്. അപ്പൊ 95 × 4 380 ആണ് നമുക്ക് ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് അബ്നോർമൽ ലോസ് ആണ്. ഇനി അബ്നോർമൽ ലോസ് നിങ്ങൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പേസ് വിട്ടിട്ട് നമുക്കിപ്പോൾ അബ്നോർമൽ ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് അറിയത്തില്ല, നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സ്പേസ് വിട്ടിട്ട് അടുത്ത പ്രോസസ്സ് ഇവിടെ നോക്കിക്കേ. നമുക്ക് 3 പ്രോസസ് ഇല്ലായിരുന്നോ? ഇവിടെ നമുക്ക് 3 പ്രോസസ് ഇല്ലായിരുന്നോ? XY Z അല്ലേ? എക്സിലെ ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇൻപുട്ട് ആയിട്ട് എടുത്തു. അപ്പൊ വൈയിലെ ഔട്ട്പുട്ട്, എക്സിലെ ഔട്ട്പുട്ട് വൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ വൈയിലെ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് പോകും? ഇസഡിലേക്ക് പോകും. അപ്പൊ ഇവിടെ ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഇസഡ് അക്കൗണ്ട്, ഈ പ്രോസസ് ഇസഡ് അക്കൗണ്ട് ആണ്. പക്ഷെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതിലെ ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ഇതിനടുക്ക് വരുന്നതായതുകൊണ്ട് നമ്മൾ ഇത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങോട്ടേക്ക് തന്നെ? നമ്മുടെ ഇസഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ബൈ ട്രാൻസ്ഫർ ടു പ്രോസസ് ഇസഡ് അല്ലെങ്കിൽ ബൈ പ്രോസസ് ഇസഡ് എന്ന് കാണിച്ചാലും മതി. ബൈ പ്രോസസ് ഇസഡ് എത്ര യൂണിറ്റ്സ് ആണ്? 840. പക്ഷെ ഇതിന് ടോട്ടൽ നമുക്ക് തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം.
അത് അബ്നോർമൽ ലോസ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കിട്ടുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഈ അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കാണാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാം. നമ്മൾ ആദ്യം യൂണിറ്റ്സ് വേണം ടോട്ടൽ ചെയ്യാനായിട്ട്. ഒരിക്കലും എമൗണ്ട് കോളം ഇപ്പോഴേ ടോട്ടൽ ചെയ്ത് വെക്കരുത്. നിങ്ങളിപ്പോ പെൻസിൽ തന്നെ ചെയ്താലും മതി. ഇപ്പം ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പെൻസിൽ വെച്ച് എഴുതാം. അപ്പം നമുക്കിവിടെ അറിയാം എന്തായാലും ലോസ് ആണ് നമുക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് ലോസ് ആയതുകൊണ്ട് യൂണിറ്റ്സിന് ടോട്ടൽ ചെയ്യാം 950. അബ്നോർമൽ ലോസ് ആണെങ്കിൽ ഇവിടെ, അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ ഇവിടെയാണ് വരുന്നത്. അബ്നോർമൽ ഗെയിൻ വരാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ യൂണിറ്റ്സിന്റെ എമൗണ്ട് ബാലൻസ് ചെയ്ത് വെക്കാന്നുണ്ടെങ്കിൽ പിന്നെ വെട്ടിയിട്ട് എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ക്വസ്റ്റ്യൻ തന്നെ കിട്ടുമ്പം അവിടെ തന്നെ നിങ്ങൾക്ക് നോക്കി വെക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ 950 ചെയ്യുക. പിന്നെ ഇതിനെല്ലാത്തിനും ടോട്ടൽ കാണാം. ഇതിനുള്ളതിന് ടോട്ടൽ നമുക്ക് 17,480 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി 950 നിന്ന് 95 കുറയ്ക്കുക, 840 കുറയ്ക്കുക. എത്ര വരുന്നത് നമുക്ക്? 15 യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ എമൗണ്ട് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്താൽ അബ്നോർമൽ ലോസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അബ്നോർമൽ ലോസിന്റെ ടോട്ടൽ കാണാനായിട്ടുള്ള ഇക്വേഷൻ. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്. നമ്മുടെ സാധാരണയായിട്ട് ഇപ്പം അബ്നോർമൽ ലോസ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കില്ല, എക്സ്പെക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് പറയുമ്പം അബ്നോർമൽ ലോസ് ആണെങ്കിലും ഗെയിൻ ആണെങ്കിലും രണ്ടിനെയും അങ്ങോട്ട് എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് അതില്ലാതെ വന്നിരുന്നെങ്കിൽ എത്ര ആയിരിക്കും നമുക്ക് കോസ്റ്റ് വരാന്നുള്ളത്. അതായത് നമ്മുടെ സാധാരണ ഔട്ട്പുട്ട് ഇൻപുട്ട് എത്രയാണോ അത്രയും തന്നെ നമുക്ക് വിചാരിച്ച പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടുമ്പം അതിന്റെ മൊത്തത്തിലുള്ള എത്ര കോസ്റ്റ് വരുന്നുണ്ടോ അതേ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നമുക്ക് അബ്നോർമൽ ലോസ് ഇല്ലായിരുന്നെങ്കിൽ എത്രയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരാന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. അപ്പൊ അബ്നോർമൽ ലോസ് എത്ര യൂണിറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അത് ഇൻറ്റു ചെയ്യാം. നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഇട്ട് കൊടുക്കാം. നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോ ടോട്ടൽ കോസ്റ്റ് കിട്ടുമല്ലോ. പ്രോസസ് വൈ ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാ എക്സ്പെൻസസും ഇതിനെല്ലാത്തിനും ടോട്ടൽ ചെയ്യാം. ഇവിടെ വരുന്ന എക്സ്പെൻസസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 17,480. അതിൽ നിന്ന് നമ്മുടെ നോർമൽ ലോസിന്റെ എമൗണ്ട് ഉണ്ടല്ലോ, നോർമൽ ലോസിന്റെ എമൗണ്ട് 380 കുറയ്ക്കാം. അപ്പം 7,480 ലെസ് 380 വരുമ്പോൾ എത്ര വരും? 7,100. അതാണ് നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് കൊടുക്കേണ്ടത്. ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട്. നോർമൽ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഇപ്പം അബ്നോർമൽ ലോസ് വന്നിട്ടില്ല. നമ്മുടെ 950 യൂണിറ്റ്സ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. 950 യൂണിറ്റ്സ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുത്തു. നമുക്ക് നോർമൽ ലോസ് വന്നത് 995 ആണ്. അപ്പം പ്രത്യേകിച്ചൊന്നും അബ്നോർമൽ ലോസ് നമ്മൾ വിചാരിക്കാത്തത് കൊണ്ട് തന്നെ 950 95 പോയി എത്ര കിട്ടും? 950 95 പോയി കഴിഞ്ഞാൽ 855 യൂണിറ്റ്സ് ആണ് നമുക്ക് ശരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരേണ്ടത്. പക്ഷെ ഇവിടെ അബ്നോർമൽ ലോസ് വന്നത് കാരണമാണ് 840 ആയിട്ട് കുറഞ്ഞത്. പക്ഷെ ശരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് 855 യൂണിറ്റ്സ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ നോർമൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ട് ഡിനോമിനേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? 15 rupees ഇൻറ്റു 15. അപ്പം 70,100 ഡിവൈഡഡ് ബൈ 855 ഇൻറ്റു 15 എന്ന് പറയുന്നത് 300 rupees ആണ്. ആ 300 ആണ് നമ്മളിവിടെ കൊടുക്കേണ്ട അബ്നോർമൽ ലോസിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. അപ്പൊ ഇനി പ്രോസസ് ഇസഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ടോട്ടൽ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്കിത് ബാലൻസ് ചെയ്താൽ പോരെ. നമ്മൾ ടോട്ടൽ കിട്ടിയിരുന്ന 17,480 നിന്ന് നോർമൽ ലോസ് 380 കുറയ്ക്കാം, ലെസ് 300 കുറയ്ക്കാം. അപ്പം 16,800 നമുക്ക് ഇസഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തായിട്ട് കിട്ടി. അപ്പം നോർമൽ ലോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. നോർമൽ ലോസ് ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നിരിക്കുന്ന
ഈ ഒരു എൻട്രി ഇപ്പുറത്തേക്ക് കാണിച്ചാൽ മതി. എൻട്രി നമ്മൾ ഇപ്പുറത്തേക്ക് കൊടുക്കുക. ടു പ്രോസസ് വൈ എന്ന് പറഞ്ഞ് 95 × 380 ബൈ ക്യാഷ് 95 380 ഇത് ബാലൻസ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. അപ്പൊ ഈ ഒരു എൻട്രി ഉണ്ടല്ലോ, അബ്നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോസസ് വൈ അക്കൗണ്ട് കാണിക്കാം. ടു പ്രോസസ് വൈ എത്രയായിരുന്നു? 15 യൂണിറ്റ്സ്, ടോട്ടൽ 300. ഇവിടെ നമ്മൾ ബൈ ക്യാഷ് എന്നും പറഞ്ഞിട്ട് നമ്മൾ സ്ക്രാപ്പ് റിയലൈസ് ചെയ്ത വാല്യൂ ഉണ്ടല്ലോ, അതായത് 4 രൂപ. ഈ 15 4 കൊണ്ട് ഗുണിക്കണം. ഇപ്പൊ എത്ര കിട്ടി? 60 റുപ്പീസ് കിട്ടി. അതിവിടെ കാണിക്കാം. ഇത് ടോട്ടൽ ചെയ്യാം. ഈ ബാലൻസിങ് ഫിഗർ നമ്മൾ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ലോസ് ആണ് വന്നിരിക്കുന്നത്, അതായത് നമുക്ക് 15 യൂണിറ്റ്സ് 300 രൂപയ്ക്കാണ് അബ്നോർമൽ ലോസ് വന്നത്. പക്ഷെ റിയലൈസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത് 4 റുപ്പീസ് ആണ്, 4 പെർ യൂണിറ്റ് ആണ്. ടോട്ടലി 60 വരെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പൊ ബാക്കി നമുക്ക് ലോസ് ആണ് വരുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അടുത്ത് നമുക്ക് അബ്നോർമൽ ഗെയിൻ വരുന്ന ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നെങ്കിൽ അബ്നോർമൽ ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അബ്നോർമൽ ഗെയിൻ ചെയ്യാനായിട്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ചിലപ്പോൾ രണ്ടും കൂടെ വന്നിരിക്കും. അപ്പൊ ഇവിടെ 900 യൂണിറ്റ്സ് were introduced from process X and Y at a cost of ₹60 per unit. The expenses of the process were labor ₹12,000, material ₹3,240 and overhead at 50% of labor. നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് അക്കൗണ്ടാണെന്ന് നോക്കാം. നമുക്ക് നോർമൽ വേസ്റ്റേജ് വരുന്നുണ്ട്, അതന്നെയാണ് നമ്മുടെ നോർമൽ ലോസ് എന്ന് പറയുന്നത്. Expected in the process was 10% of unit introduced to the process with a scrap value of 8 per unit. അതായത് നമുക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ക്രാപ്പ് വാല്യൂ നമ്മൾ സെയിൽ ചെയ്യും. സ്ക്രാപ്പ് വന്നാൽ സെയിൽ ചെയ്യും. അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 8 ആണ്. അത് തന്നിട്ടുണ്ട്. വേസ്റ്റേജ് എത്ര പെർസെന്റേജാ വരുന്നതെന്ന് തന്നിട്ടുണ്ട്. അപ്പം നോർമൽ ലോസ് കാണാനായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ, ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ് Y വാസ് 820 യൂണിറ്റ്സ്. ഇവിടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്, ഇൻപുട്ട് തന്നിട്ടുണ്ട്. ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് Z. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് 3 പ്രോസസ്സ് വരുന്നുണ്ട്, X, Y, Z. എക്സില് ഔട്ട്പുട്ട് വൈയിലേക്ക് വരും, വൈയുടെ ഔട്ട്പുട്ട് ഇസഡിലേക്ക് വരും. പ്രിപ്പയർ പ്രോസസ് Y അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ ആൻഡ് നോർമൽ വേസ്റ്റേജ് അക്കൗണ്ട്. അപ്പൊ ഇവിടെ നോർമൽ ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നോർമൽ ലോസ് തന്നെയാണ് നോർമൽ വേസ്റ്റേജ്. പ്രോസസ് Y മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. ഇപ്പൊ പ്രോസസ് Yയിലൂടെ നമ്മൾ എന്തൊക്കെയായിരുന്നു ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? നമ്മുടെ 900 യൂണിറ്റ്സ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് വരും. ഇൻറ്റു 60 ആണ് റുപ്പീസ് വരുന്നത്, 54,000 ആണ് വരുന്നത്. പിന്നെ ലേബർ വരുന്നുണ്ട്, മെറ്റീരിയൽ വരുന്നുണ്ട്. ലേബർ എത്ര വരുന്നത്? 12,000, മെറ്റീരിയൽ 3,240. ഓവർ ഹെഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലേബറിന്റെ 50% ആണെന്ന്. ലേബർ ഇവിടെ എത്ര വരുന്നത്? 12,000. 12,000 50% എന്ന് പറയുന്നത് 6,000. അപ്പം ഓവർ ഹെഡ് നമുക്ക് 6,000 റുപ്പീസ് ആണ് വരുന്നത്. നെക്സ്റ്റ് നോർമൽ ലോസ് വരുന്നുണ്ട്. നോർമൽ ലോസ് നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രെഡിറ്റ് സൈഡിലേക്ക് എൻ്റർ ചെയ്യണം. ബൈ നോർമൽ ലോസ് നമ്മുടെ ഇൻപുട്ട്. നിങ്ങൾക്കൊരു ഡൗട്ട് വരും, ഇവിടെ മെറ്റീരിയലും വരുന്നുണ്ട്, പിന്നെ പ്രോസസ് എക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല നമ്മുടെ ഇൻപുട്ട് വരുന്നുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 900 യൂണിറ്റ്സ് were introduced from process X and അല്ല കേട്ടോ, 2 ആണ് വരുന്നത്. ക്വസ്റ്റ്യനിൽ വന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു. 2Y at a cost of ₹60 per unit. അപ്പൊ നമ്മുടെ പ്രോസസ് എക്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി കിട്ടിയിട്ടുള്ള ഇൻപുട്ടും ഉണ്ട്, മെറ്റീരിയലും ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏതെടുക്കണമെന്ന് ഡൗട്ട് വന്നാൽ മെറ്റീരിയലിൽ നമുക്ക് ഈ യൂണിറ്റ്സ് തന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു
10% ഓഫ് ദ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ്. ഇപ്പൊ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിച്ച് തന്നെ വായിക്കാം. ഓഫ് ദ യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ്, അതായത് ടോട്ടൽ വെയിറ്റിന്റെ അല്ല നമ്മൾ കാണുക. ടോട്ടൽ വെയിറ്റിന്റെ കാണാനാണ് പറയുന്നതെങ്കിൽ അഡീഷണൽ മെറ്റീരിയൽസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെയും കൂടെ നമ്മൾ നോർമൽ ലോസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ പ്രോസസ് എക്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള 900 യൂണിറ്റ്സിന്റെ 10% ആയിട്ടുള്ള 90 യൂണിറ്റ്സ് മാത്രമാണ് നമുക്ക് നോർമൽ ലോസ് ആയിട്ട് വരുന്നത്. സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട് 8 rupees. 90 into 8 എന്ന് പറയുന്നത് 720. ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. അതായത് പ്രോസസ് വൈയിൽ നിന്ന് പ്രോസസ് ഇസഡിലേക്ക് പോകുന്നത് 820 യൂണിറ്റ്സ് ആണ്. അപ്പൊ അതെന്താ നമ്മൾ ചെയ്യേണ്ടത്? ബൈ പ്രോസസ് ഇസഡ്. ഇത് ലാസ്റ്റ് പ്രോസസ് ആണെങ്കിൽ ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത് കാരണം നമ്മൾ ബൈ പ്രോസസ് ഇസഡ് അക്കൗണ്ട് നമ്പർ 820 യൂണിറ്റ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ സ്പേസ് ഇട്ടത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം കണ്ടുപിടിക്കാൻ പോകണം. അബ്നോർമൽ ഗെയിൻ ആണോ അബ്നോർമൽ ലോസ് ആണോ? നമ്മളിപ്പോൾ അബ്നോർമൽ ഗെയിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാമെന്നും പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് അറിയാം ഇത് അബ്നോർമൽ ഗെയിൻ തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്പേസ് ഇടാം 820. അപ്പം ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ്സിൽ തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 900 യൂണിറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? 900 യൂണിറ്റ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമുക്ക് നോർമൽ ലോസ് ആയിട്ട് പോയത് 90 യൂണിറ്റ്സ് ആണ്. 90 യൂണിറ്റ്സ് നോർമൽ ലോസ് ആയിട്ട് പോയി. നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 820 യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് നോക്കുമ്പോൾ അവിടുത്തെ യൂണിറ്റ്സ് ഇച്ചിരി കൂടി നിൽക്കുക, 10 യൂണിറ്റ്സ് കൂടി നിൽക്കുക. അപ്പൊ അതിനർത്ഥം എന്താ? അബ്നോർമൽ ഗെയിൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അബ്നോർമൽ ഗെയിൻ സംഭവിച്ചിട്ടുണ്ട്. അത് എത്ര യൂണിറ്റ്സ് ആണെന്നാണ് പറയുന്നത്? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് അപ്പൊ നമ്മൾ 10 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അബ്നോർമൽ ലോസ് ആയിരുന്നെങ്കിൽ ഇവിടാണ് നമുക്ക് എൻട്രി വരുന്നത്. അബ്നോർമൽ ഗെയിൻ ആയതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അബ്നോർമൽ ഗെയിൻ 10 യൂണിറ്റ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഇതിന്റെ ടോട്ടൽ എമൗണ്ട് കാണണം. അത് കിട്ടിയാലല്ലേ നമുക്ക് പ്രോസസ് ഇസഡിലേക്ക് എത്രയാണ് ടോട്ടൽ എമൗണ്ട്, നമ്മുടെ ഔട്ട്പുട്ടിന്റെ ടോട്ടൽ എമൗണ്ട് വരുന്നതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു ഇക്വേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു ആ ഇക്വേഷൻ? അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസ്. അപ്പൊ ഇവിടെ ഒന്നും ചേഞ്ച് ആക്കണ്ട. നിങ്ങൾ ആ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ലോസിന് പകരം യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ എന്ന് കൊടുത്താൽ മതി. അപ്പൊ എന്താ? അബ്നോർമൽ ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് into യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ. നിങ്ങൾ എക്സാം എഴുതുമ്പം നമ്മുടെ പ്രോസസ് അക്കൗണ്ടിന്റെ താഴെ തന്നെ ഈ ഒരു ഫോർമുല ചെയ്തിട്ട് അത് സോൾവ് ചെയ്ത് വെക്കുക. സ്റ്റെപ്പിന് മാർക്കുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പം നമ്മള് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് സൈഡിൽ വരുന്ന നമ്മുടെ ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസസിന്റെ എല്ലാത്തിന്റെയും ടോട്ടൽ കണ്ടിട്ട് നോർമൽ ലോസിന്റെ നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ഉണ്ട്, ടോട്ടൽ സ്ക്രാപ്പ് വാല്യൂ, അത് ലെസ് ചെയ്യാം. അപ്പം ഇവിടെ വരുന്നത് 54,000 പ്ലസ് 12,000 പ്ലസ് 3,000 46,000 നമുക്ക് 75,240 വരുന്നുണ്ട്. നേരെ പോയി ഇതുകൊണ്ടൊന്ന് ടോട്ടൽ ചെയ്ത് വെക്കരുത്. ടോട്ടൽ ചെയ്യാനായിട്ട് ആയിട്ടില്ല, കാരണം നമുക്ക് അബ്നോർമൽ ഗെയിൻ വന്നിരിക്കുന്ന ഡെബിറ്റ് സൈഡിലാണ്. അപ്പം അതിൻ്റെയും കൂടെ ടോട്ടൽ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സോ ഇവിടെ കൊണ്ടുവന്ന് എഴുതി വെക്കരുത്. ലെസ് നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 720. അപ്പം നമുക്ക് 74,520 ആണ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് വരുന്നത്. ഇനി നോർമൽ ഔട്ട്പുട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്?
നമ്മുടെ ഇൻപുട്ട് എത്രയാണോ, ഇൻപുട്ട് എന്ന് പറയുന്നത് 900 യൂണിറ്റ്സ് ആണ്. 900 യൂണിറ്റ്സ് ലെസ് നോർമൽ ലോസ് എത്രയാണ് വരുന്നത്, 90. അപ്പൊ ഇവിടെ ഈ യൂണിറ്റ്സിന്റെ സൈഡിൽ നമുക്കിവിടെ 10 കിട്ടിയെങ്കിൽ ഇതും കൂടെ കൂട്ടി വെക്കാന്നും പറഞ്ഞ് എഴുതി വെക്കരുത്. നമ്മളത് കണ്ടുപിടിച്ച് വെച്ചാണ്, അത് മറന്നുപോലെ. നമ്മൾ അബ്നോർമൽ ഗെയിൻ ഇതിൻ്റെയൊക്കെ ഡിഫറൻസ് കണ്ടുപിടിച്ച് വെച്ചാണ് ഇവിടെ. അപ്പൊ അതല്ല എടുക്കേണ്ടത്, നമ്മൾ ഇൻപുട്ടായിട്ട് എത്ര യൂണിറ്റ്സ് ആണോ നമ്മുടെ പ്രോസസ്സിലേക്ക് ഇട്ട് കൊടുത്തത് അതേ ലെസ് നമ്മുടെ നോർമൽ ലോസ് എത്രയാണ്, 90 ലെസ് 90 810 യൂണിറ്റ്സ്. 810 യൂണിറ്റ്സ് ആണ് നമുക്ക് നോർമൽ ഔട്ട്പുട്ടായിട്ട് വരേണ്ടിയിരുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ 820 യൂണിറ്റ്സ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടി. അപ്പം നമ്മളിവിടെ ഡിവൈഡഡ് ബൈ 10 ഇതിൻ്റെ യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, 10. നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 10 ആണ് നമുക്ക് അബ്നോർമൽ ഗെയിൻ വന്നത്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. 74,520 ഡിവൈഡഡ് ബൈ 810 ഇൻറ്റു 10. 74,520 divided by 801 into 10. 920 rupees ആണ് നമുക്ക് അബ്നോർമൽ ഗെയിൻ വരുന്നത്. അപ്പോൾ അബ്നോർമൽ ഗെയിൻ നമുക്ക് എത്രയാണെന്ന് കിട്ടി. ഇനി എന്താ ചെയ്യുക, ടോട്ടൽ ചെയ്യുക അല്ലേ. നമുക്ക് 76,160 കിട്ടി. ഇവിടെ 910 ആണ് യൂണിറ്റ്സ് കിട്ടുന്നത്. നമ്മൾ പ്രോസസ് ഇസഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതിന്റെ ടോട്ടൽ കാണാനായിട്ട് ഇത് ബാലൻസ് ചെയ്യുക. അപ്പൊ 76,160 ലെസ് 720 എന്ന് പറയുന്നത് 75,440. ഇതിന്റെ പെർ യൂണിറ്റ് റേറ്റ് കാണാനായിട്ട് ഡിവൈഡഡ് ബൈ 820 അറ്റ് 92 rupees. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നോർമൽ വേസ്റ്റേജ് അക്കൗണ്ട് എന്നും പറഞ്ഞാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നോർമൽ ലോസ് അക്കൗണ്ട് കാണാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ആദ്യം. അപ്പം ഇത് ക്രോസ് പോസ്റ്റ് ചെയ്യുക. ബൈ നോർമൽ ലോസ് അക്കൗണ്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് നോർമൽ ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോസസ് ബൈ അക്കൗണ്ട് ടു പ്രോസസ് ബൈ അക്കൗണ്ട് ക്രോസ് പോസ്റ്റ് ചെയ്യാണ് നമ്മൾ 90,720. ഇവിടെ നമുക്ക് ബൈ ക്യാഷ് എന്നും പറഞ്ഞിട്ട് ഇത് മുഴുവൻ എഴുതി വെക്കാനായിട്ട് പറ്റില്ല. നമ്മൾ അബ്നോർമൽ ലോസ് ചെയ്യുമ്പം ഈ എന്താ പറയുക, നോർമൽ ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താണോ വരുന്നത് അത് നമുക്ക് ഇങ്ങോട്ടേക്ക് നേരിട്ട് ക്യാഷ് എന്നും പറഞ്ഞിട്ട് നമുക്ക് സ്ക്രാപ്പ് സെയിൽസ് നടത്തിയെന്ന് പറയാം. പക്ഷെ അബ്നോർമൽ ഗെയിനിൽ അങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. നമ്മൾ 900 യൂണിറ്റ്സ് മാത്രമേ ഇൻപുട്ടായിട്ട് നമ്മുടെ പ്രോസസ്സിലേക്ക് കൊടുത്തിട്ടുള്ളൂ. അവിടെ നമുക്ക് 820 യൂണിറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ 80 ആണ് നമുക്ക് ശരിക്കും നോർമൽ ലോസ് ആയിട്ട് വരേണ്ടത്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് 80 യൂണിറ്റ്സ് ആണ്. പക്ഷെ 90 യൂണിറ്റ്സ് നോർമൽ ആയിട്ട് വന്നു. കാരണം എന്താ, 10 അബ്നോർമൽ ഗെയിൻ ആയിരുന്നു. നമ്മൾ ഇപ്പോഴല്ലേ കണ്ടുപിടിക്കുന്നത്. എക്സ്പെക്ട് ചെയ്തപ്പോൾ നമ്മൾ അതിനെ മൊത്തത്തിൽ അങ്ങ് നോർമൽ ലോസ് ആക്കി വെച്ചു. അതുകൊണ്ട് നമുക്ക് ഈ 80 യൂണിറ്റ്സിന്റെ സ്ക്രാപ്പ് വാല്യൂ മാത്രമേ സെയിൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ 80 ഇൻറ്റു സ്ക്രാപ്പ് വാല്യൂ എത്ര ആയിരുന്നു, 8 rupees അല്ലേ. 80 ഇൻറ്റു 8 640. അതാണ് നമുക്കിവിടെ വരുന്നത്. അപ്പൊ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 80 ഇൻറ്റു 8 640 ചെയ്യാം. ഇനി എന്താ, നമുക്ക് ബാക്കി വരുന്ന ഈ 10 അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് നമ്മൾ സ്ക്രാപ്പിന്റെ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത്. 10 ഇൻറ്റു 880 ടോട്ടൽ ചെയ്യുക 90. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് നോർമൽ ലോസിൽ ഈ ഒരു എൻട്രി ക്രോസ് പോസ്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു എൻട്രി ഇങ്ങോട്ടേക്ക് ക്രോസ് പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അബ്നോർമൽ ഗെയിനിലേക്ക് 2 എൻട്രീസും ക്രോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡെബിറ്റ് സൈഡിൽ നമുക്ക് 80 രൂപ മാത്രമേ ടോട്ടൽ എമൗണ്ട് ആയിട്ട് വരുന്നുള്ളൂ. യൂണിറ്റ്സ് ഒക്കെ സെയിം ആണ്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഇതിനെ കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക്
ട്രാൻസ്ഫർ ചെയ്യണം. നമുക്കിവിടെ പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് ബാലൻസിങ് ഫിഗർ ആയിട്ടുള്ള എത്ര വരുന്നത് 920 ലെസ് 80 840 നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം ഇത്രയുള്ള അബ്നോർമൽ ഗെയിനിന് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ നമ്മൾ നോർമൽ ലോസിൽ ഒരു എൻട്രി വരും, അബ്നോർമൽ ലോസിൽ അങ്ങനെ എൻട്രി വരുന്നില്ല. അപ്പം ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം കൂടെ വരുന്ന ഒരു അഡ്വാൻസ്ഡ് പ്രോബ്ലം കൂടെ സോൾവ് ചെയ്തിട്ട് നമ്മുടെ പ്രോസസ് അക്കൗണ്ടിങ് നിർത്താം.